ഇടലും വെള്ളം നിറഞ്ഞ് കവിഞ്ഞിട്ട് മഴക്കാല വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. വേണ്ട ഇതിങ്ങനെ വലിച്ചെടുക്കട്ടെ. മണി പ്ലാന്റ് ആണ് കാണുന്നത്, മണിയാണ് കളയണമെന്ന് പറയരുത്. മണി പ്ലാന്റ് ഞങ്ങളിവിടത്തെ അവസ്ഥ ഉണ്ടോ അതുണ്ടോ, വെള്ളമെല്ലാം ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇന്നലെയൊക്കെ ഇല്ലേ അത്, ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടാ. വേണ്ട ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടായിരുന്നല്ലേ, നമ്മളെ മുറ്റെല്ലാം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, ഫുൾ വെള്ളം ഉണ്ടായിരുന്നല്ലേ. അത് നമ്മളെ വിളിച്ച് പറയായിരുന്നു. ഞാനിപ്പോ ഒരു വീഡിയോ കഴിഞ്ഞ് പടഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് വലിച്ച് കളയാൻ. ഇവിടെ വെള്ളം വന്നിട്ട് ഇടുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ബ്ലോക്ക് ആവുന്നു, അതുകൊണ്ട് ഈ പണിയെല്ലാം എടുക്കുന്നു. പക്ഷെ അവിടെ പൈപ്പ് നമ്മളെ പൈപ്പായിട്ട് അതായത് ഇങ്ങനെ തൊട്ട് വലിച്ച് കിട്ടുന്നതാണ്. നമ്മളിങ്ങനെ പൈപ്പ് ഇതിൽ ഞാൻ എടുത്തത്, ഈ ഓഫീസിലാണ് ഇങ്ങനെ എടുത്തത്. ശരിതാ ആ ഇതിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം വന്ന് ബ്ലോക്ക് ആവുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറലും അതുപോലെ തന്നെ വർഷത്തെ അത് പൊട്ടിച്ച് ഇതുപോലെ വെള്ളം കളയലും. മഴയൊന്ന് തുടങ്ങുമ്പോഴേക്കും എല്ലാം ഓവ് നിറഞ്ഞൊഴുകാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഇങ്ങോട്ടേക്കുള്ളതെല്ലാം നമ്മൾ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന് സുഖമായിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇതിങ്ങനെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഞങ്ങൾക്ക് കുറയും കേട്ടോ. ഇല്ലെങ്കിൽ മഴവെള്ളം കയറി നല്ലോണം നിറയും ഞങ്ങൾക്ക്. ഇപ്പൊ നമ്മള് മിഞ്ഞാന്നത്തെ വീഡിയോയില് ഞാൻ നമ്മളെ വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, അതുപോലെ തന്നെ നന്ദു നിന്റെ മുടി മുറിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടാ. എല്ലാരോടും താങ്ക്സ് പറഞ്ഞേ. താങ്ക്സ്. അപ്പൊ നമ്മളെ വഴിയൊന്ന് കാണിച്ചിട്ട് വഴിയൊന്ന് വന്നിട്ട് അവർ ശരിയാക്കിയിട്ടുണ്ട് കേട്ടാ അല്ലേ. ഇതാ ഇത് കല്ല് ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് നമുക്ക് ബാക്കോട്ട് വന്നോ. എന്ത് വീടേക്കല്ലേ വന്നോ അല്ല മോനെ അങ്ങോട്ട് കുറച്ചുകൂടി. അപ്പൊ നമ്മളെ വഴി ഇപ്പൊ ഏകദേശം എന്താ കല്ലൊക്കെ ഇട്ടിട്ട് ഞങ്ങള് വന്നപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇത് അടിപൊളിയായി. വണ്ടി ഇതാക്കാൻ കഴിയില്ലാന്നേ ഉള്ളൂ, നടക്കാൻ നല്ല അടിപൊളിയോ. നമ്മളെ ഷെഡിന്റെ അവസ്ഥ നോക്കി വെള്ളം കേറിട്ട് ഇതുണ്ടാ നമ്മളെ നാടിന്റെ അവസ്ഥ നോക്കി. ഇപ്പൊ ഞങ്ങളിതാ ഇതുപോലെ ഇങ്ങനെ വഴിയായോണ്ട് ഇപ്പൊ അടിപൊളിയായിട്ടാ. കല്ലൊക്കെ വെച്ചോണ്ട് നല്ലതായിട്ട് നടക്കാം. ഇവിടെ എല്ലാം കണ്ട ഇന്നലെയൊക്കെ നല്ല ഇതുപോലെ വെള്ളം വരുന്നല്ലേ. ഇതുണ്ടാ വെള്ളത്തിന്റെ വെള്ളം നല്ലോണം കേറിയിട്ടാ. ഇതുപോലെ ഉണ്ടായിരുന്നു നമ്മളെ മുറ്റത്തൊക്കെ. ഇപ്പൊ അവിടെ ഒരു സൈഡിൽ തുറക്കാനുണ്ട്, അത് തുറന്നപ്പോഴാണ് ഒരു ഇത്തിരി വെള്ളം പറ്റിയത്. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നല്ല വെള്ളം. വണ്ടിയുടെ ടയറൊക്കെ മുങ്ങിയല്ലേ ഇന്നലെ മോൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ. സ്കൂളിൽ പോകാൻ തോന്നുന്ന അതങ്ങനെയാണ്. നവമീൻ്റെ അന്ന് ബുക്ക് തുറക്കരുതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ബുക്ക് തുറന്നിട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്താ നമ്മൾ പഠിച്ചാൽ എന്താന്ന് ചോദിക്കും, അല്ലാത്തപ്പോൾ ബുക്ക് തുറക്കാത്ത ആൾക്കാരായിരിക്കും. ഇന്ന് ശനിയാഴ്ച സ്കൂളിൽ പോകാൻ തോന്നുന്നത്. ഇത് ഞാനിന്ന് നെയ്പ്പത്തലിൻ്റെ വീഡിയോ എടുത്ത അന്ന് തന്നെയാണ് കേട്ടോ ഞാനിത് എടുക്കണത്. എനിക്ക് ഒന്നിനും സമയമൊന്നും കിട്ടിയിട്ടില്ല, ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒന്നിനൊന്നും സമയം കിട്ടിയിട്ടില്ല, ഒരേ വീഡിയോ ഒന്നും. കാരണം കുറച്ച് വൃത്തിയാക്കാനും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. അയ്യോ കുത്തി കഴിഞ്ഞാ എന്തായി പോയാ കുറച്ച് അങ്ങനെ കുത്താനുണ്ടാവും. ഇപ്പം ഒരു ഓവാണ് ഇത് നിറഞ്ഞ് കവിഞ്ഞ്. ഇന്നലെ ഇപ്പുറമൊക്കെ വെള്ളമായിരുന്നു, ഇപ്പത്തൊക്കെ വെള്ളമായിരുന്നു. ഞങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മഴ പെയ്താൽ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ നാടിൻ്റെയൊക്കെ അവസ്ഥയാണ് ഇത്. ദുരവസ്ഥ ഉണ്ട്, വെള്ളം ഒഴുകി നോക്കി. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, മഴക്കാലമല്ലേ. ഇനി ഇതൊക്കെ വൃത്തിയാക്കണം കേട്ടോ. ഇതൊരു ഓവാണ്, ഇതെല്ലാം വൃത്തിയാക്കി കൊടുക്കണം. എന്നാലേ ഇതിലാണ് ഈ വെള്ളം പോകുന്നത്. അങ്ങനെ വരുന്ന വെള്ളമൊക്കെയാണ് വെള്ളം ഇതിലേ ഈ ഓവിക്കിലാട്ടോ ഇങ്ങനെ പോവുക. അപ്പം നല്ല ഇപ്പോൾ കുത്തി കൊടുക്കണം കണ്ട. ഇവിടെയൊക്കെ പറമ്പൊക്കെ നിറഞ്ഞിട്ടുള്ളത്. മുബീനേൻ്റെ ബാക്കിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടാ വെള്ളേട്ടാ. വേണ്ട ഇതൊക്കെയാ എവിടെയും വെള്ളം നിറഞ്ഞ് കവിഞ്ഞിട്ടാ വെള്ളേട്ടാ. നല്ലോണം വെള്ളമുണ്ട്. പറമ്പ് നിറച്ച് വെള്ളം മുങ്ങിയിട്ടാ ഉള്ളത്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളീ അടുക്കള വശമൊക്കെ വെള്ളം വരുന്നു. ഇപ്പൊ ഇപ്പുറത്തൊന്നും കുത്താനുണ്ടെന്ന് ഇവിടെ നിന്ന്. ഇതിപ്പോ ആ വെള്ളമല്ലേ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടാ. വെള്ളച്ചാട്ടായി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോന്ന് വന്ന് വീഴട്ടെ. ആ പൈപ്പ്
പൈപ്പിന്റെ അവിടെ വന്ന് എന്തെങ്കിലും കുടുങ്ങും, ഓലയോ എന്തെങ്കിലൊക്കെ. എന്താ ചക്ക പനി വരൂടെ ചക്ക? ആ ആ ആ ആ ഉണ്ടോ? വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ? അടുക്കള വെച്ച് ഇങ്ങനെ ഒരു ഷീറ്റ് വലിച്ച് കെട്ടിട്ടാവില്ലേ, ഇങ്ങനെ ഒരു ഷീറ്റ് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അകത്ത് ഇവിടെ എല്ലാം വെള്ളം ഇരിക്കും. ഇത് പൂ പോലെ ഉണ്ടല്ലേ, നല്ല കളറ്. ഇതിങ്ങനെ കെട്ടാൻ വേണ്ടി ഇവിടെ കെട്ടി വെള്ളം ഇവിടെ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ വീഴാണ്, ഇതിങ്ങനെ കെട്ടിക്കിടക്കുകയാണ് വെള്ളം. എന്താ ഇവിടെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കുകയാണ്. കൊട്ടയും 11 മണിയായി, ചോർന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ പുറകെ കിടക്കുകയാണ്. മഴയിലേന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് നോക്കണേ, മഴക്കുണ്ടാവും. തൊണ്ട് ഇതെല്ലാം മുങ്ങി കിടപ്പുണ്ട് ഇവിടെ. അന്ന് ഞങ്ങൾ ടർഫൊക്കെ നല്ല വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ താഴെല്ലാം പിടിച്ച് എന്തെല്ലാം ആയി. എന്താ എൻ്റെ അമ്മേ, നനയുമല്ലോ നിങ്ങള്. ആ ഓവിന് കെട്ടാനാണ് കേട്ടോ ഇതിന്. മോളിൽ നോക്കുമ്പോൾ നല്ല രസം. ഇതാണ് നമ്മളുടെ നാട്. മഴക്കാലം വന്നാൽ നല്ല നാടെന്നൊന്നും പറയാൻ പറ്റില്ല. മൊത്തം വെള്ളം, ഓവും അതും ഇതൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഓവാന്ന് മേലെയൊക്കെ തുണി വിരിച്ചിട്ടൊരു പരിപാടിയൊക്കെ തുടങ്ങി കണ്ട. മഴക്കാലം ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും മേലെ തുണികളൊക്കെ കയറിയതാ. ഇവിടെ നിന്ന് ഇങ്ങനെ അരങ്ങ് തൂങ്ങിയിട്ടുണ്ട്. നമുക്ക് മേലെയുള്ളൂ വിരിച്ചിടാൻ വേണ്ടി സ്ഥലം, പിന്നെ വേറെ പുറത്തെവിടെയും ഷീറ്റൊക്കെ കിട്ടാനുള്ള സ്ഥലവും ഇല്ല. അതുകൊണ്ട് അവിടെ തന്നെ എല്ലാം വിരിച്ചിടും. അപ്പം എന്തായാലും എല്ലാവരും മഴക്കാലമൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഇതൊക്കെ തിന്നണമെങ്കിൽ നമുക്ക് പണിക്ക് പോകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് റിസ്കി പണികളൊക്കെ എടുക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. കടലിലായാലും പുഴയിലായാലും മഴക്കാലം വന്നാലും വെയിൽ വന്നാലും ഒക്കെ റിസ്കി പണികളൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കാണ്. അപ്പോൾ എന്തായാലും സേഫായിട്ട് പോവാം അല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾക്ക്. അപ്പോൾ എന്തായാലും പിന്നെ അനാവശ്യമായ കുറേ യാത്രകൾ കാര്യങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ ഒഴിവാക്കുന്നത് തന്നെ നല്ലതെന്നാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ അനാവശ്യമായിട്ട് കുളിക്കാൻ ഇറങ്ങണത്, അതൊക്കെയാണ് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ, അതങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ മഴക്കാല യാത്രകളൊക്കെ കൂടെ തുടങ്ങി. ഇനിയിപ്പോൾ ഇതൊന്നല്ല കേട്ടോ, മഴ 2-3 ദിവസം നല്ല കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മുറ്റം നിറച്ചിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ വെള്ളം ഉണ്ടാകും, നല്ലോണം വെള്ളം വീഴും, ഇങ്ങോട്ടെത്തും വെള്ളം. അങ്ങനെയാണ് നമ്മളിവിടെ. അപ്പോൾ എന്തായാലും വഴിയെ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.